നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്. കോട്ടയം ജില്ലയിൽ LDF സജ്ജമാകുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്ത സംഭവം. സംസ്ഥാന വ്യാപകമായി BLOമാർ ജോലി ബഹിഷ്കരിച്ചു. കോട്ടയത്ത് കളക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച്. മുണ്ടക്കയത്തിന് സമീപം അമരാവതിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞു. 6 പേർക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടന കാലത്തിന് തുടക്കം. ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കരിക്കേറ് പൂജ. വാർത്തകൾ വിശദമായി. ഡിസംബർ 9 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് LDF പൂർണ്ണ സജ്ജമായി. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ജോളി മടുക്കക്കുഴിയും പൊൻകുന്നത്ത് B സുരേഷ് കുമാറും മത്സരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാമ്പാടിയിൽ ഡാലി റോയും, മുണ്ടക്കയത്ത് K രാജേഷും, പുതുപ്പള്ളിയിൽ പ്രീതി എൽസ ജേക്കബും, കുറിച്ചിയിൽ സുമ എബിയും മത്സരിക്കും. കുമരകത്ത് അഡ്വക്കേറ്റ് അഗ്രി സദാശിവനാണ് സ്ഥാനാർത്ഥി. വെള്ളൂരിൽ രഞ്ജിഷ ഷൈജിയും പൊൻകുന്നത്ത് B സുരേഷ് കുമാറുമാണ് ജനവിധി തേടുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ജോളി മടുക്കക്കുഴി ജനവിധി തേടും. എരുമേലിയിൽ ഷിജിമോൾ തോമസും, കിടങ്ങൂരിൽ നിമ്മി ട്വിങ്കിളും, ഉഴവൂരിൽ ഷിബി മത്തായും, കടുത്തുരുത്തിയിൽ സൈനമ്മ ഷാജുവും സ്ഥാനാർത്ഥികളാകും. കങ്ങഴയിൽ നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറാണ് മത്സരിക്കുന്നത്. പൂഞ്ഞാറിൽ മിനി സാവിയോ, അതിരമ്പുഴയിൽ ജിം അലക്സ്, വാകത്താനത്ത് ഡോക്ടർ ജെയ്മോൻ P ജേക്കബ്, തലനാട് അമ്മണി തോമസ്, അയർക്കുന്നത്ത് ജിലു ജോൺ, അയർക്കുന്നത്ത് പൊതു സ്വതന്ത്രയായ ജിലു ജോൺ എന്നിവരാണ് ജനവിധി തേടുന്നത്. സദാശിവൻ, 6 തൃക്കൊടിത്താനം മഞ്ജു സുജിത്ത്, തലയാർ ആനന്ദബാബു, വെള്ളൂർ രഞ്ജുഷ ഷൈജി, പൊൻകുന്നം B സുരേഷ് കുമാർ. ആ 9 സീറ്റാണ് CPM. പാമ്പാടി, മുണ്ടക്കയം, കുമരകം, തൃക്കൊടിത്താനം, തലയാറും, പൊൻകുന്നം. ഇതിനുള്ളത് കേരള കോൺഗ്രസിന്റെയാണ്. 10 കാഞ്ഞിരപ്പള്ളി ജോളി മടുക്കക്കുഴി, 11 എരുമേലി ഷിജിമോൾ തോമസ്, കിടങ്ങൂർ നിമ്മി ട്വിങ്കിൾ, ഉഴവൂർ ഷിബി മത്തായി, കടുത്തുരുത്തി സൈനമ്മ ഷാജു, വൈക്കം പങ്ങഞ്ഞാനം കണ്ണമ്മ ജോസഫ്, കുറവളങ്ങാട് PC കുര്യൻ, പൂഞ്ഞാർ മിനി സാവിയോ, അതിരമ്പുഴ ജിം അലക്സ്, തലനാട് അമ്മണി തോമസ്. ഇനി CPIയുടെ എരുമേലി ഷിജിമോൾ തോമസ്, കങ്ങര ഹേമലത പ്രേംസാഗർ, വൈക്കം MK രാജേഷ്, വാകത്താനം ഡോക്ടർ ജെയ്മോൻ P ലാസ്റ്റ് ഡോക്ടർ ജെയ്മോൻ P അയർക്കുന്ന ജിലു ജോൺ. LDF കോട്ടയം ജില്ലാ കമ്മിറ്റി കൺവീനർ ലോപ്പസ് മാത്യു, CPM നേതാക്കളായ അഡ്വക്കേറ്റ് K അനിൽകുമാർ, TR രഘുനാഥൻ, KM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള BJP കോട്ടയം ഈസ്റ്റ് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പൊൻകുന്നം ഡിവിഷനിൽ അഖിൽ രവീന്ദ്രനും, കാഞ്ഞിരപ്പള്ളിയിൽ KN നാരായണനും ജനവിധി തേടും. BJP കോട്ടയം ഈസ്റ്റ് ഉപജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുതുപ്പള്ളി ഡിവിഷനിൽ ടിൻഡു മനോജും, അയർക്കുന്നത്ത് രമ്യ കിഷോറും, തലനാട് ലാലി PVയും മത്സരിക്കും. പാമ്പാടിയിൽ മഞ്ജു പ്രദീപാണ് സ്ഥാനാർത്ഥി. കങ്ങഴയിൽ IG ശ്രീജിത്തും, പൊൻകുന്നത്ത് അഖിൽ രവീന്ദ്രനും ജനവിധി തേടുമെന്ന് കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടയം ഈസ്റ്റ് ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. ആ 4 നിയോജക മണ്ഡലം അതിന് വലിയ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം 633 വാർഡുകളും 63 ബ്ലോക്ക് ഡിവിഷനുകളും 13 ജില്ലാ ഡിവിഷനുകളുമാണ് ഈസ്റ്റ് ജില്ലയിൽ പെടുന്നത്. അതിൽ 510 ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്കിലേക്കുള്ള 58 സ്ഥാനാർത്ഥിമാരെയും നിശ്ചയിച്ചു കഴിഞ്ഞു. ജില്ലാ ഡിവിഷനിലേക്കുള്ള 13 പേരെയും പൂർത്തിയായിട്ടുണ്ട്. ആ 13 പേരെ ഇന്ന് ഇവിടെ അനൗൺസ് ചെയ്യുക എന്നൊരു തീരുമാനം കൂടെ ഉണ്ട്. ജില്ലാ ഡിവിഷനിലേക്ക് നമ്മൾ കുറിച്ചി ജില്ലാ ഡിവിഷനിലേക്ക് ശൈലജ സോമ, തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക്
വിനയകുമാർ ബി വി, വാകത്താനം രവീന്ദ്രനാഥ് വാകത്താനം, പുതുപ്പള്ളി ടിൻഡു മനോജ്, അയർക്കുന്നം രമ്യ കിഷോർ, തലനാട് ലാലി പി വി, പാമ്പാടി ഡിവിഷൻ മഞ്ജു പ്രദീപ്, കങ്ങാട ഡിവിഷൻ IG ശ്രീജിത്ത്, പൊൻകുന്നം അഖിൽ രവീന്ദ്രൻ, കാഞ്ഞിരപ്പള്ളി KV നാരായണൻ, എരുമേലി അശ്വതി ദേവി ടി, മുണ്ടക്കയം ഡിവിഷൻ ഷീബ രാജ്, പൂഞ്ഞാർ ഡിവിഷൻ അഡ്വക്കേറ്റ് ബീന ഫ്രാൻസിസ്. ഇവരാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിമാരായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം നിശ്ചയിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ KV നാരായണനാണ് മത്സരാർത്ഥി. എരുമേലിയിൽ അശ്വതി ദേവിയും മുണ്ടക്കയത്ത് ഷീബ രാജുവും പൂഞ്ഞാറ്റിൽ അഡ്വക്കേറ്റ് ബീന ഫ്രാൻസിസും ജനവിധി തേടും. കുറിച്ചിയിൽ ശൈലജ സോമൻ, തൃക്കൊടിത്താനത്ത് വിനയ് കുമാർ, വാകത്താനത്ത് രവീന്ദ്രനാഥ് വാകത്താനവും മത്സരിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ആദ്യഘട്ട റാൻഡമൈസേഷൻ കളക്ടറേറ്റിൽ നടന്നു. പോളിംഗ് ജോലികൾക്കായി 10,812 ജീവനക്കാരെയാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ തെരഞ്ഞെടുപ്പ് നിർവഹിച്ചു. കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ജോലികൾക്കുള്ള ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയാണ് ഓൺലൈൻ റാൻഡമൈസേഷനിലൂടെ 10,812 ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തത്. ഇതിൽ 2,703 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 5,406 പോളിംഗ് ഓഫീസർമാരും ഉൾപ്പെടുന്നു. ഇവരിൽ 6,843 പേർ സ്ത്രീകളും 3,969 പേർ പുരുഷന്മാരുമാണ്. ആവശ്യമുള്ളതിനേക്കാൾ 40% പേരെ കൂടുതലായി ഉൾപ്പെടുത്തിയതാണ് ആദ്യഘട്ട ലിസ്റ്റ്. രണ്ടാം ഘട്ടത്തിൽ ഇതിൽ 20% പേരെ ഒഴിവാക്കും. ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയറിലൂടെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കും നവംബർ 25 മുതൽ 28 വരെ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ പരിശീലനം നൽകും. കോട്ടയം കളക്ടറേറ്റിൽ നടന്ന ആദ്യഘട്ട റാൻഡമൈസേഷനിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S. ശ്രീജിത്ത്, ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ ഷീബ മാത്യു, ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ KR ധനേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി BLOമാർ ജോലിയിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധിച്ചു. കോട്ടയത്ത് ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ ഓഫീസിന് മുന്നിൽ മാർച്ചും തുടർന്ന് യോഗവും നടത്തി. കണ്ണൂർ പയ്യന്നൂർ നിയോജക മണ്ഡലം 18-ാം നമ്പർ ഏറ്റുകുടുക്ക ബൂത്തിലെ ബൂത്ത് ലെവൽ ഓഫീസറും കുന്നരു AUP സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റുമായ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് BLOമാർ സമരം നടത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലിയോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയും നിർവഹിക്കേണ്ടി വരുന്നത് BLOമാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്ന് ഇവർ പറയുന്നു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സംസ്ഥാനത്ത് BLOമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിച്ചത്. അതോടൊപ്പം ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ വരണാധികാരിയുടെ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. കോട്ടയത്ത് ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ ഓഫീസിന് മുന്നിൽ മാർച്ചും തുടർന്ന് യോഗവും നടത്തി. കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ S. നായർ ഉദ്ഘാടനം ചെയ്തു. SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിവേദനങ്ങളും സംസ്ഥാന ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമെല്ലാം നൽകി. ഇവിടെ ശ്രീ അനീഷ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകരുടെ മകനാണ്. അമ്മയും അച്ഛനും അധ്യാപകരാണ്. തന്റെ കുട്ടി എന്റെ അച്ഛൻ എപ്പ വരുമെന്ന് ചോദിച്ചുകൊണ്ട് ആ പയ്യന്നൂരിലെ തന്റെ വീടിന്റെ മുൻപിൽ നിൽക്കുന്ന ആളുകളോട്, കുടുംബക്കാരോട്, തന്റെ അമ്മയോട്, തന്റെ മുത്തച്ഛനോട്, തന്റെ മുത്തമ്മയോട് എന്റെ അച്ഛൻ എപ്പ വരും എന്ന് ചോദിച്ചുകൊണ്ട് ആ കുരുന്ന് നടക്കുകയാണ്. ആ ദൗർഭാഗ്യകരമായ മരണത്തിലേക്ക് തള്ളിവിട്ടത് കേരളത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനവും അതിനെ ചൂട്ടുപിടിക്കുന്ന ചില ഉന്നത IAS ഉദ്യോഗസ്ഥരും അവരുടെ താഴെ നിന്നുകൊണ്ട് പല സമ്മർദ്ദങ്ങളും നടത്തി അവരെ ഊണ് കഴിക്കുവാൻ വേണ്ടി, വിശ്രമിക്കുവാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി വിടാത്ത നിങ്ങളെ പോലുള്ള ആളുകളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവനക്കാരന്റെ ജീവൻ കവർന്നെടുത്തത് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്.
സമരസമിതി നേതാവ് SP സുമോദ് അധ്യക്ഷനായ യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ ജില്ലാ സെക്രട്ടറി KR അനിൽകുമാർ, KGOF ജില്ലാ ട്രഷറർ ME കണ്ണൻ, KGOA സംസ്ഥാന കമ്മിറ്റി അംഗം NS ഷൈൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുണ്ടക്കയത്തിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് തീർത്ഥാടകർക്ക് പരിക്കേറ്റു. 6 പേർക്കാണ് പരിക്കേറ്റത്. മുണ്ടക്കയത്തിന് സമീപം അമരാവതിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 6 തീർത്ഥാടകർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. കർണാടക സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച മാരുതി വാൻ മതിലിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരുമായി പോയ വാഹനം കരിനിലത്ത് മറ്റൊരു വാഹനത്തിലിടിച്ചും അപകടമുണ്ടായി. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സംഘം. ആരുടെയും നില ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മണ്ഡലവ്രതകാലത്തിന് തുടക്കം കുറിച്ച് ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കരിക്കേറ് പൂജ നടന്നു. മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തി മണ്ണിന്റെയും വിളകളുടെയും സംരക്ഷണത്തിനും നാടിന്റെ ഐശ്വര്യവർദ്ധനവിനുമായാണ് കരിക്കേറ് പൂജ നടത്തുന്നത്. വൃശ്ചികം 1-ാം തീയതി രാവിലെ നടന്ന കരിക്കേറ് പൂജയ്ക്ക് മൂഴിക്കൽ കുടുംബമാണ് നേതൃത്വം നൽകുന്നത്. കുടുംബത്തിലെ കാരണവരായ ശ്രീധരന്റെ കാർമ്മികത്വത്തിലായിരുന്നു കരിക്കേറ്. ശബരിമല തീർത്ഥാടകർക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റവന്യൂ കൺട്രോൾ റൂം തുറന്നു. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തർക്ക് ചികിത്സാ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും അവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും അടക്കമുള്ള സേവനങ്ങളും ലക്ഷ്യമിട്ടാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. 2026 ജനുവരി 20 വരെ കൺട്രോൾ റൂം പ്രവർത്തിക്കും. ഫോൺ 854790852727. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് ആക്സിഡന്റ് വിക്ടിംസ് റിമംബറൻസ് ഡേ ആചരിച്ചു. പാലായിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. പാലായിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് ആക്സിഡന്റ് വിക്ടിംസ് റിമംബറൻസ് ഡേ ആചരിച്ചു. ആഗസ്റ്റ് 5-ന് പാലാ തൊടുപുഴ റോഡിൽ മുണ്ടാങ്കൽ കാറും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ച് അമ്മയും മകളും ഉൾപ്പെടെ 3 പേർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പാലാ DYSP K സദൻ നിർവഹിച്ചു. പാലാ ജോയിന്റ് RTO KG സന്തോഷ് അധ്യക്ഷനായിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG റജി മുഖ്യപ്രഭാഷണം നടത്തി. AMV M നസീർ, ബിജു വാതിലൂർ, സബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മരിച്ചവരുടെ ബന്ധുക്കൾ, ഡ്രൈവിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടാങ്കലിൽ നടന്ന അപകടത്തിൽ മരണമടഞ്ഞ ജോമോൾ, അന്നമോൾ, ധന്യ സന്തോഷ് എന്നിവരുടെ ചിത്രത്തിൽ മുന്നിൽ മെഴുകുതിരികൾ കത്തിച്ചാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ വെള്ളഞ്ചൂരിൽ റബ്ബർ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം പരിസര മലിനീകരണം രൂക്ഷമാക്കുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. 10 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്ന റബ്ബർ ഫാക്ടറി അടുത്ത നാളാണ് തുറന്നത്. ഫാക്ടറിയിൽ നിന്നുള്ള പരിസര മലിനീകരണം അതിരൂക്ഷമായതോടെ സഹികെട്ട നാട്ടുകാർ രാഷ്ട്രീയ ഭേദമന്യേ സമരമുഖത്ത് ഒരുമിച്ചു. പാലാ നഗരസഭയിലെ വെള്ളഞ്ചൂരിൽ മിനിച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ഫാക്ടറിയിൽ നിന്നുള്ള പരിസര മലിനീകരണത്തിനെതിരെയാണ് രാഷ്ട്രീയം മറന്ന നാട്ടുകാർ രംഗത്തിറങ്ങിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധവുമായി സമരമുഖത്ത് എത്തിയത്. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രാദേശിക നേതാക്കളും സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസ് ഇല്ലാതെയുമാണ് ഫാക്ടറി പ്രവർത്തിച്ചു വരുന്നതെന്ന് സമരസമിതി ആരോപിക്കുന്നു. പരിസര മലിനീകരണം സംബന്ധിച്ച് വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. സമീപപ്രദേശങ്ങളിലെ കുടിവെള്ള പദ്ധതികളെയും ഫാക്ടറിയുടെ പ്രവർത്തനം ബാധിച്ചിട്ടുണ്ട് എന്ന് സമരസമിതി പറയുന്നു. ഫാക്ടറിയുടെ പ്രവർത്തനം ഉടൻ നിർത്തണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു. സമരസമിതി ഭാരവാഹി വിനോദ് കാടൻകാവിൽ, ഷാജു തുരുത്തൻ, ജോസിൻ ബിനോ, ജോയി കളരികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ദമ്പതിമാരായ പാലാ മുൻ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തനും ഭാര്യ മുൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബെറ്റി ഷാജുവും കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സരത്തിന് ഇറങ്ങുന്നു. ഷാജു തുരുത്തൻ നഗരസഭ 2-ാം വാർഡിലും ബെറ്റി 1-ാം വാർഡിലും മത്സരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കോട്ടയം ജില്ലയിൽ LDF സജ്ജമാകുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്ത സംഭവം. സംസ്ഥാന വ്യാപകമായി BLOമാർ ജോലി ബഹിഷ്കരിച്ചു. കോട്ടയത്ത് കളക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച്. മുണ്ടക്കയത്തിന് സമീപം അമരാവതിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞു. 6 പേർക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടന കാലത്തിന് തുടക്കം. ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കരിക്കേറ് പൂജ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.